നീ എന്താ ഈ കാണിക്കുന്നത്? നീ എന്താ എടാ തോണി തുഴയടാ. നീ എന്തിനാ എഴുന്നേൽക്കുന്നത്? എടാ എന്താടാ കാര്യം പറയടാ. അവനൊരു കാര്യം മനസ്സിലായി. ഈ തോണിയിലുള്ള 5 പേരിൽ ആരോ ഒരാളാണ് പ്രേതം. തായ് വിശ്വാസപ്രകാരം പ്രേതത്തെ കാണാൻ കുനിഞ്ഞു നിന്ന് കാലുകൾക്കിടയിലൂടെ നോക്കിയാൽ മതി, പ്രേതത്തിൻ്റെ രൂപം കാണാനാവും. അങ്ങനെ അവൻ നോക്കാൻ തീരുമാനിച്ചു. അതെ, തൻ്റെ തൊട്ടുപിറകിലുള്ള 3 പേർ അവരല്ല പ്രേതം. ഇനി ഏറ്റവും ബാക്കിലിരിക്കുന്ന അവളെ കൂടി നോക്കണം. എടാ തലയൊന്ന് മാറ്ററാ. എടാ തലയൊന്ന് താഴ്ത്ത്. എങ്ങോട്ടാ? വലത്തോട്ടാണോ ഇടത്തോട്ടാണോ? എടാ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറ്ററാ, എനിക്ക് അവളെ കാണാനാ. ഒന്ന് മാറ്ററാ. ഞാൻ വലത്തോട്ട് തിരിയട്ടെ, ഇടത്തോട്ട് തിരിയട്ടെ. എടാ എന്തെങ്കിലും ഒന്ന് ചെയ്യടാ. അവസാനം അവനൊരു വഴി കണ്ടെത്തി. അവനൊരു പാട്ട് പാടി. പാട്ടിൻ്റെ അവസാനം ഒരുമിച്ച് തലവണിക്കാൻ പറഞ്ഞു. അവർ ഒരുമിച്ച് തലവണിച്ചു. അതെ, ഈ തോണിയിലുള്ള പ്രേതം അത് അവളാണ്. ഒരു വെളുത്ത നീണ്ട കൈ ഏറ്റവും മുമ്പിലിരിക്കുന്ന നേക്കിൻ്റെ തോളിൽ വന്ന് വീണു. അവർ തിരിഞ്ഞു നോക്കി. അവളാടാ പ്രേതം.